MTN News, Malayalam Television Network. സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനടയാത്രക്കാരും നൂറുകണക്കിന് വാഹനങ്ങളും കടന്നുപോകുന്ന തിരക്കേറിയ ചെമ്മാട് പൈതൃക മ്യൂസിയം പോസ്റ്റ് ഓഫീസ് റോഡിൽ വൻ അപകട ഭീഷണി ഉയർത്തി കിണറിന്റെ തകർന്ന സ്ലാബ്. മ്യൂസിയം വളപ്പിലെ കിണറിന് മുകളിൽ റോഡിന്റെ പകുതി ഭാഗത്തോളം ചേർന്നിട്ടിരിക്കുന്ന സ്ലാബ് പൊട്ടി ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പോലീസ് സ്റ്റേഷന് മുൻവശത്തുകൂടി കടന്ന് ബ്ലോക്ക് റോഡിലേക്ക് ചെന്നെത്തുന്നതാണ് ഈ പാത. മുൻപ് ഇടവഴിയായിരുന്ന ഇത് പിന്നീട് വീതി കൂട്ടി റോഡാക്കുകയായിരുന്നു. വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് മ്യൂസിയം വളപ്പിലെ പഴക്കമേറിയ കിണറിന് മുകളിൽ ഏകദേശം 2 മീറ്ററോളം വീതിയിൽ സ്ലാബ് ഇട്ടത്. ഈ സ്ലാബിന് മുകളിലാണ് മ്യൂസിയത്തിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം നിലകൊള്ളുന്നത്. സമീപത്തെ വലിയ ചീനിമരങ്ങളുടെ വേരുകൾ പടർന്നതിനെ തുടർന്നാണ് സ്ലാബുകൾ പൊട്ടിയതും റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതും. സ്ലാബ് തകർന്നതിലൂടെ റോഡിലെ അഴുക്കുവെള്ളം കിണറിലേക്ക് നേരിട്ട് ഒഴുകിയിറങ്ങി വെള്ളം പൂർണ്ണമായും മലിനമായിരിക്കുകയാണ്. ഈ കിണറ്റിൽ നിന്നാണ് പൈതൃക മ്യൂസിയം, പോലീസ് സ്റ്റേഷൻ, തിരുരങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവിടങ്ങളിലേക്ക് ഉപയോഗത്തിനുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത്. മലിനജലം കലർന്ന ഈ വെള്ളത്തിന്റെ ഉപയോഗം ഗുരുതരമായ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ കാരണമായേക്കുമെന്ന ആശങ്കയുമുണ്ട്. മഴ ശക്തമായതോടെ മണ്ണ് കുതിർന്നു നിൽക്കുന്നതിനാൽ കാൽനടയാത്രക്കാരോ വാഹനങ്ങളോ കടന്നു പോകുമ്പോൾ റോഡ് ഇടിഞ്ഞു താഴ്ന്ന് വലിയ ദുരന്തത്തിന് സാധ്യതയേറെയാണ്. ഒരു വലിയ അപകടം സംഭവിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികൃതർ വിഷയം ഗൌരവത്തിലെടുത്ത ശാശ്വത പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം കടുത്ത പ്രതിഷേധങ്ങൾക്ക് അധികൃതർ വലിയ വില നൽകേണ്ടിവരുമെന്നും മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരുരങ്ങാടി താലൂക്ക് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.